വർഷങ്ങളായിട്ട് ഒരേ ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരേ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ട് പുതിയൊരു മേഖല മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പറയാം. നമ്പർ 1, ഒരു ബന്ധവുമില്ലാത്ത പുതിയൊരു ആശയം കണ്ടെത്തിയിട്ട് അതിൻ്റെ പുറകെ പോകും. അതുണ്ടാക്കുന്ന ഡാമേജ് എത്രയെന്ന് അറിയോ? നമ്മൾ ഒത്തിരി വർഷം, ചിലപ്പോൾ 5 years 10 years ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും, ആ ഒരു മേഖല നല്ല പരിചയം ഉണ്ടാവും. അതെല്ലാം വിട്ടുകൊണ്ട് അത് പോരാ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നമ്മൾ ഒരു ബന്ധവുമില്ലാത്തൊരു മേഖലയുടെ പുറകെ പോകും. എന്നിട്ട് അതിൽ തുടങ്ങി വെക്കും, പക്ഷെ എവിടെ എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും മാറാൻ തയ്യാറാകുമ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ പാഷനാണ്, നമ്മുടെ സ്കില്ലാണ്. അപ്പോൾ ഇത്ര വർഷം നമ്മൾ ഉണ്ടാക്കി വെച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തൊരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഒത്തിരി കോൺടാക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ചലഞ്ചസും കംപ്ലീറ്റ് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമുക്ക് അടുത്തൊരു മേഖലയ്ക്ക് മാറാൻ പറ്റും. അതിന് പകരം ഒരു ബന്ധവുമില്ലാത്ത പുതിയൊരു സ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാലോ, മുതൽ പഠിച്ചു തുടങ്ങണം. അവിടെ പൈസ ചിലവഴിക്കണം, സമയം ചിലവഴിക്കണം. എന്നിട്ട് അത് ട്രാക്കിലാവുമ്പോഴേക്കും എത്ര സമയം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ആ വിഡ്ഢിത്തിൻ്റെ പുറകെ പോകരുത്. നമ്മൾ ഇത്ര വർഷം എന്ത് എക്സ്പീരിയൻസ് ചെയ്തോ അതിനെ അടുത്തൊരു മേഖലയിൽ കൊണ്ടുപോകാൻ, അതിൻ്റെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി പഠിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. അവിടെ എനിക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും.